നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനു വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 3-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 26-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. സൂര്യദേവൻ തൻ്റെ പ്രഭാത കിരണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ തൻ്റെ പ്രഭാത കിരണങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയെയും 27 നക്ഷത്ര ജാതകരെയും ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയം തിങ്കളാഴ്ച ദിവസം രാവിലെ 6:31. തുടർന്ന് തൃതീയ തിഥിയിൽ കൂടി സൂര്യദേവൻ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വൈകുന്നേരം 6:30 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ എത്തിച്ചേരുന്നു. തുടർന്ന് ചന്ദ്രദേവനോട് അഭ്യർത്ഥിക്കുകയാണ്, ചന്ദ്രദേവ, ഈ പ്രകൃതിക്ക് നിലാവുള്ള ഒരു രാത്രിയെ കൊടുക്കണം, മനോഹരമായ ഒരു രാത്രിയെ കൊടുക്കണം, കുളിര് കോരുന്ന ഒരു രാത്രിയെ കൊടുക്കണം, നിലാവുള്ള രാത്രിയെ കൊടുക്കണം, പശുവിൻ പാലിൻ്റെ നിറമുള്ള ഒരു രാത്രിയെ കൊടുക്കണം, ഗോമാതാവിൻ്റെ അനുഗ്രഹമുള്ള ഒരു രാത്രിയെ കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 6:30 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രദേവൻ നിലാവുള്ള ഒരു രാത്രിയുമായി, കുളിര് കോരുന്ന ഒരു രാത്രിയുമായി ഈ പ്രകൃതിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രകൃതി അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചുയരുമ്പോൾ കൂടെ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:49 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ സമയം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന 7 നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ 6:31 മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:49 വരെയുള്ള സമയം. അപ്പോൾ ഈ ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ 7 നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ 7 നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളും അവർക്ക് ചിത്ര നക്ഷത്രപ്രകാരം വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ളൊരു പ്രത്യേകത. തുടർന്ന് ചിന്തിക്കുമ്പോൾ ചിത്ര നക്ഷത്രപ്രകാരം കുറച്ച് നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. അതും അറിഞ്ഞിരിക്കണം. പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 6:31 മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:49 വരെയുള്ള സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ നാളുകാർ സൂക്ഷിക്കുക. അതിനാൽ ഈ നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ സമയം ജീവിക്കുവാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലോ പ്രശ്നങ്ങളിലോ ഒക്കെ അകപ്പെടുവാനും ദുഃഖിതരായി തീരുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:49 മുതൽ പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നല്ല അനുഭവങ്ങൾ വന്നിരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. ചോതി നക്ഷത്രപ്രകാരം അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര ഈ 7 നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:49 മുതൽ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി നക്ഷത്രപ്രകാരമാണ് ഈ നാളുകാരുടെ, ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. അത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:49 മുതലാണ്. ഏതൊക്കെ നാളുകാരാണെന്ന് ചിന്തിക്കുക, ശ്രദ്ധിക്കുക. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര ഈ 7 നാളുകാർ ജീവിതത്തിലാണ് അനുകൂലമായ നേട്ടമുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷം പറഞ്ഞു തരുന്നു. ചോദ്യ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:49 മുതൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി അറിഞ്ഞിരിക്കുക. രോഹിണി, ആയില്യം, അത്തം, പൂരം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം പറഞ്ഞു തരാം.
തിങ്കളാഴ്ച ദിവസം രാവിലെ 6:31 മുതൽ 8:01 വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കുക. തുടർന്ന് 11:01 മുതൽ ഉച്ചകഴിഞ്ഞ് 3:31 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയവും ശുഭകാര്യങ്ങൾ ചെയ്തെടുക്കാവുന്ന നല്ല ശുഭസമയമാണ്. അതുകൊണ്ട് ഈ സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 17 ഒറ്റസംഖ്യയാക്കുമ്പോൾ 8 വരും. ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. പച്ച, മഞ്ഞ, വെള്ള, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ FP എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഉത്കൃഷ്ടമായ അനുഭവങ്ങളോടും കൂടിയ ഒരു ദിനമായി മാറും എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ചിത്ര നക്ഷത്രപ്രകാരം ധനം വന്നിരുന്ന നാളുകാരെ കുറിച്ചാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:49 വരെയുള്ള സമയത്ത് ചിത്ര നക്ഷത്രപ്രകാരം ധനം വന്നിരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ചിന്തിക്കാം. അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, മകേരം, ഭരണി, ആയില്യം, പൂയം, പൂരം, ചിത്തിര. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം ചിത്ര നക്ഷത്രപ്രകാരം ഉച്ചകഴിഞ്ഞ് 2:49 വരെയുള്ള സമയത്ത് ധനം വന്നു ചേരുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:49 മുതൽ ചോതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞു തരാം. ഉത്രാടം, കേട്ട, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി. ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:49 മുതൽ ചോതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരാണ്. ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിന് ഈ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:49 മുതൽ. അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:49 മുതൽ ചോതി നക്ഷത്രപ്രകാരം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞു തരാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.